ഞാൻ ആദ്യമായിട്ട് ഇത്രയും പിള്ളേരുടെ ഇപ്പോഴും അവസരം കിട്ടി ഞാൻ പോയി നിൽക്കും. ബിബിൻ ഇനി കണ്ണുകൾ അടയ്ക്കരുത്. കാരണം ഓരോ നോട്ടത്തിലും 25 സുന്ദരമായ ഹൃദയങ്ങളുടെ കാഴ്ചകൾ താങ്കൾ അറിയാൻ പോകുന്നു. ഞാനെടാ ഒരു ഓർഫനേജ് സന്ദർശിച്ചോണ്ടിരിക്കുകയാണ്. അത് കുറച്ച് വൃദ്ധകളായ സ്ത്രീകളാടാ. ഫുൾ ടൈം മറ്റേ പഞ്ചസാരയൊക്കെ തിന്നണ ഉറുമ്പിലെന്താ ഷുഗർ വരാത്ത? പറ. നീന്തിയ വണ്ണം കുറയുന്നല്ലേ? ഫുൾ ടൈം നീന്തണ നീലത്തിമിംഗത്തിൽ എന്താ വണ്ണം കുറയാത്ത? പറ. പറ. വെജിറ്റേറിയൻ നിന്ന് മെലിയുന്നില്ല, എന്നിട്ട് ആന എന്താ മെലിയാത്ത? കാര്യം പറ. ഇത് തിരുവിതാംകൂർ മഹാരാജാവ്, പേര് ശശി എന്ന് പറയുന്നിടത്താണ് ഈ ശശി എന്നുള്ള പേര് അങ്ങനെ എല്ലാവരും ശശിയായി എന്നും മറ്റൊന്നും തുടങ്ങണത്. അതിന്റെ ട്രെൻഡ് ഉണ്ടാക്കി വെച്ചാൽ എനിക്കൊരൊറ്റ ആഗ്രഹമുള്ള ചേച്ചി, വീണ്ടും പുലിവാൽ കല്യാണം റെഫറൻസ് എടുക്കുകയാണ്. സലീമേട്ടൻ മറ്റേ കൈ നോക്കൂലേ, അതേപോലെ ഇരിക്കണം. സുന്ദരികളുമായിട്ടുള്ള ഒത്തുകൂടൽ ഇതായിരുന്നു പരിപാടിയുടെ ടൈറ്റിൽ. അത് മാറ്റിക്കോ, ബിബിൻ റോസ്റ്റിംഗ്. കൈയടിച്ചോ. ഇതിന്റെ അടിയിൽ വന്ന കമന്റ് എനിക്ക് ഇപ്പോഴേ വായിക്കാം ആമ്പിള്ളേരുടെ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. എന്തിനാ ബിബിൻ ഇത്ര ടെൻഷൻ? ഞാൻ ആദ്യമായിട്ട് ഇത്രയും പിള്ളേരുടെ ഇല്ല, നാണമൊന്നുമില്ല. ഒരു നാണമില്ല എനിക്ക്. ഈ കാലെടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു, ഈ കാലെടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു. നിങ്ങൾ ഒന്നുമില്ലൊരു ഫിലിം സ്റ്റാർ അല്ലേ, സെലിബ്രിറ്റി അല്ലേ? ഇതുപോലെ എത്ര പെൺകുട്ടികളെ കണ്ടു വളർന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും സ്ട്രോങ് ഞാനുണ്ട് ഇവിടെ കൂടെ. നമുക്ക് തുടങ്ങാം. രമ്യചേച്ചിണ്ട്, എനിക്ക് ആരുമില്ലെങ്കിൽ രമ്യചേച്ചിണ്ട്. അല്ല ശരിക്കും എന്താ പറയാ, ആണുങ്ങൾ ഇങ്ങനെ ഒരു ഷൈ ആവുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര അങ്ങനെ ഫീൽ ചെയ്യുന്നത് ശരിക്കും ഫീൽ ചെയ്യാം. അപ്പൊ ഞാൻ ഇൻട്രോ പറയട്ടോ. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിന്റെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് മോസ്റ്റ് വെൽക്കം. കാരണം ഇന്നിപ്പോ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഇത് ഒരു വല്ലാത്തൊരു സ്പെഷ്യൽ എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സുന്ദരികളെ നിങ്ങൾക്ക് കാണാം. എൻ്റെ കൂടെ എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഒരുപാട് സുന്ദരികളുണ്ട്. ഈ സുന്ദരികളുടെ ഒരു ഒത്തുകൂടൽ പവർഡ് ബൈ ബിബിൻ ജോർജ് Event partner Aurora Film Company, hospitality partner Riverscape Resort by Parkat. അപ്പോൾ പാർക്കാട്ടിന്റെ ബ്യൂട്ടിഫുൾ റിവർസ്കേപ്പ് റിസോർട്ടിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇവർ വന്നിരിക്കുന്ന ഈ സുന്ദരികൾ, ഇവരുടെ ഒരു ബ്യൂട്ടി പാജന്റ് കോമ്പറ്റീഷൻ വരാൻ പോണു. അപ്പോൾ അതിന് കംപ്ലീറ്റ് ഇതെല്ലാം ചെയ്യണത് അറോറ ഫിലിം കമ്പനിയാണ്. അപ്പോൾ ബിപിൻ, ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഇത്രയും സുന്ദരികളുടെ കൂടെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആയിക്കോട്ടെ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലേ? ആണ്, ഇന്റർവ്യൂ ആദ്യമായിട്ടായിരിക്കും. അപ്പൊ വേറെ എന്തൊക്കെയുണ്ട് ഇതിന്? അല്ല, ഞാന് എറണാകുളം ഗേൾസ് സ്കൂളില് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്തോ ചേച്ചി, ഞാനൊരു അധ്യാപകനൊക്കെ ആയിരുന്നു. അത് ഗേൾസ് സ്കൂളിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗേൾസ് സ്കൂളിൽ ഞാൻ ഹിന്ദി പഠിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ ഫസ്റ്റ് ക്ലാസ്സില്ലേ, അന്ന് ഏകദേശം ഇതേപോലെ തന്നെയായിരുന്നു, ചെറുതായിട്ട്. ഈ പിള്ളേരൊക്കെ ഇരിക്കുമ്പോ അന്ന് എനിക്ക് ചെറിയ പ്രായം. ഏത് ക്ലാസ്സിലാണ് ഫസ്റ്റ് പോയി പഠിപ്പിച്ചേ? ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചത്. 7ാം ക്ലാസ് കുട്ടികൾ ഇങ്ങനെ മുന്നിലിരിക്കുമ്പോൾ അധ്യാപകന് ടെൻഷൻ. അത് വേറൊന്നുമില്ല ചേച്ചി, 7ാം ക്ലാസ്സിലെ പിള്ളേര് മാത്രമാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല. ഇത് ഗേൾസ് സ്കൂളല്ലേ, അപ്പൊ അവിടെ പഠിപ്പിക്കണ അധ്യാപകനെ കാണാൻ +2 പിള്ളേരൊക്കെ വന്ന് വാദിക്കൽ നിൽക്കുമായിരുന്നു. അത് കണ്ടിട്ടായിരുന്നു എന്റെ ടെൻഷൻ. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, +2 കുട്ടികളെയും 7th ക്ലാസ്സിലെ കുട്ടികളെയും കണ്ട് ടെൻഷൻ അടിച്ച ബിബിൻ ഇന്ന് ഇത്രയും സുന്ദരിമാരിവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികം അല്ലേ? എനിക്ക് പക്ഷെ അങ്ങനെ ടെൻഷൻ തോന്നുന്നുണ്ടോ നിങ്ങക്ക് മുഖത്ത്? ചെറുതായിട്ടാ? ഇല്ലെന്ന്. ഏതൊരു മലയാളി യുവാവ് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒന്ന് ഇരിക്കാനായിട്ട്.
ചേച്ചി ഇതിൽ വേറൊരു ഇതുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ പുലിവാൽ കല്യാണം ഇല്ലേ, അതില് നമ്മുടെ ജഗതി ചേട്ടൻ ഒരു ചുവന്ന പാന്റ് ഇട്ടിട്ട് ഒന്ന് നടുക്കിരിക്കൂലേ, ആ ഒരു ഫീലാണ് എനിക്ക്. ചളിപ്പ് അതാണ്. കാരണം ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഞാനിത് കണ്ടേക്കുന്നത് ടോവിനോ, ആസിഫ് അലി, ദുൽഖറൊക്കെ പോലത്തെ വലിയ വലിയ നടന്മാർ ഇതൊക്കെ ഇരിക്കലും കണ്ടിട്ടുണ്ട്. ഞാനായിരുന്നതിന്റെ ചളിപ്പത്രം. അല്ല ഞാൻ ചോദിക്കട്ടെ, പെണ്ണ് കാണാൻ പോയപ്പോ ശരിക്കും ഇത്രയും ഇങ്ങനെ ഒരു നാണവും ഈ ഒരു ടെൻഷനും ഉണ്ട്? എനിക്ക് ഓർമ്മയില്ല ചേച്ചി, കാരണം എന്റെ കിളി പോയേക്കണായിരുന്നു പെണ്ണ് കാണാൻ പോകുമ്പോ. എന്തൊക്കെയോ വന്നു, ചായ കുടിച്ചു, വേഗം ഓടി തിരിച്ചു പോകുന്നു. അപ്പൊ നിങ്ങൾ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാല്ലേ, കാലിൽ നമ്മൾ കാണുന്നില്ലേ കാലുകളിൽ നിന്ന് ഇങ്ങനെ മേലെ. ഇതൊക്കെ സിനിമയിൽ മാത്രമുള്ളൂ രമ്യേച്ചി. ഈ പെണ്ണ് കാണലിന്റെ അത്രയും ടെൻഷനുള്ള പരിപാടി ലോകത്തില്ല. ആണോ? ചേച്ചി ഭയങ്കര ക്രൂരാണ് കേട്ടോ. ഫസ്റ്റ് ചോദ്യം തന്നെ പെണ്ണ് കാണലിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം പറയേണ്ട കാര്യമുണ്ടോ ഇവിടെ ഇത്രയും പെൺപിള്ളേരുടെ മുമ്പിൽ? അല്ല അതാണ് ഞാൻ എനിക്ക് അടുത്ത കൊച്ചിന്റെ കാര്യം കൂടെ ചോദിക്കണം. ചോദിക്ക്. അല്ല ഈ കുട്ടികളൊക്കെ അവരുടെ അടുത്തൊന്നും അറിയിക്കാൻ വേണ്ടിട്ടാണ്, പ്രായം കുറെ ഉണ്ട്. ഈ ചേച്ചി ഭയങ്കര ദുഷ്ടട്ടോ. ഇങ്ങനെയാണ് ചേച്ചി പരിചയപ്പെടുത്തുന്നത്. അല്ലേ എന്നാലും നമ്മളെ സാധാരണ പോലെയൊക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞ ഒരു രസമില്ല. പിന്നെ പേടിക്കണ്ട. ഇല്ല, എനിക്ക് പിന്നെ പേടിക്കണ കാര്യം പറയുന്നു. ഈ രമ്യേച്ചി ഞാൻ ഇത്ര സ്വതന്ത്രമായിട്ട്, നിങ്ങൾ അതാ ആലോചിക്കണം കേട്ടോ. രമ്യേച്ചി ഇത്ര എന്നോട് സ്വതന്ത്രമായിട്ട് പെരുമാറാനും ഞാൻ തിരിച്ചങ്ങനെ പെരുമാറാനും കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യ ടി.വിയിൽ രസികരാജ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എഴുതിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. അതിന്റെ ആങ്കർ ആയിരുന്നു ഞാൻ. ഇവരൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും, കുറെ വർഷങ്ങൾക്ക് മുന്നത്തെ കഥയാണത്. അപ്പൊ അന്ന് മുതലേ ഉള്ള ഒരു പരിചയമാണ്. ആ ഒരു ഫ്രീഡം കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൗണ്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ നിങ്ങൾ ഇതുപോലെ സൈലന്റ് ആയിട്ട് നിൽക്കണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ നല്ല നല്ല ഹെൽത്തി കൗണ്ടേഴ്സ് ഒക്കെ പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മോസ്റ്റ് വെൽക്കം, കേട്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ പഠിക്കുന്ന സമയത്ത് ബിബിൻ ഈ സെന്റ് ജോസഫ് കോളേജിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോയിന്നോ, ആ വഴിയൊക്കെ ബിബിനെ ആരോ കണ്ടുന്നോ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സത്യമാണോ? എന്റെ കോളേജ് മഹാരാജ് അല്ലേ, അതിന്റെ അപ്പൊ മഹാരാജിട്ട് പോകുമ്പോ ഡ്രസ്സും കാണും അല്ലേ. അതെന്താ അപ്പൊ കണ്ണുകൾ അങ്ങോട്ട് പോയി. ആ സമയത്ത് ചില പെർട്ടിക്കുലർ ടൈമിൽ ഞങ്ങളുടെ കോളേജിന്റെ ഫ്രണ്ട്, ഞാൻ സെന്റ് ജോസഫിലായിരുന്നു, ഞങ്ങളുടെ കോളേജിന്റെ ഫ്രണ്ടിൽ തന്നെ കറക്റ്റ് കുറെ സമയം വന്ന് നിൽക്കുന്നു. നിങ്ങൾ അന്നേരം ഒന്നും ആലോചിച്ചില്ലേ ഞാൻ നാളെ വലിയൊരു നടനാവും, നാളെ സെലിബ്രിറ്റി ആവും, ഞാൻ ഇങ്ങനെ വായി നോക്കി പെൺകുട്ടി? സത്യം പറയട്ടെ, ജെന്യുവിനായിട്ട് ഇപ്പോഴും അവസരം കിട്ടി ഞാൻ പോയി നിൽക്കും. എന്താണ് ബിബിൻ ഇങ്ങനെ പബ്ലിക്കിൽ പറയണേ? ഇത് പബ്ലിക് ചേച്ചി മനുഷ്യനല്ലേ, ഇതെന്താണ് ഇപ്പൊ നമ്മൾ ഭംഗിയുള്ളവരെ കാണുമ്പോ നോക്കണ വലിയ തെറ്റാണോ? ആണല്ലേ. ചേച്ചി എന്നോട് കാര്യം പറഞ്ഞേ, ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞു ബിബിൻ നാളെ അത്രയും സുന്ദരിമാരാണ്, കോൾ അടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചേച്ചിയോട് കാര്യം പറഞ്ഞു, രമ്യ ചേച്ചിയെ കണ്ട വളർന്ന എനിക്ക് എന്ത് ബാക്കി സുന്ദരിയാണ്. ശരിയാണല്ലോ, ഇതൊരു ബ്യൂട്ടി ക്വീനായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു മലയാളത്തില് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ ഒരു നടി ഉണ്ടായിട്ടുണ്ടാവില്ല, നടിയല്ല ഒരു ആങ്കർ ഉണ്ടായിട്ടുണ്ടാവില്ല. വിക്രം, സാക്ഷാൽ വിക്രമിന് ഇന്റർവ്യൂ ചെയ്തപ്പോ വിക്രം ഹീറോയിനായിട്ട് വിളിച്ച കേരളത്തിലെ ഏക ആളാണ്. കൈയടി കൊടുക്ക്. ചേച്ചി എന്റെ കല്യാണ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ചേച്ചിനെ ബൂസ്റ്റ് ചെയ്തു. ഞാൻ ബൂസ്റ്റ് ചെയ്ത് പറയില്ലേ, നമ്മള് തുടക്കത്തിൽ ഒരു ഇതിങ്ങനെ ചെയ്തു മാത്രമല്ലേ ഉള്ളൂ. അല്ല ഞാനും വൺസ് അപ്പോൺ എ ടൈം ഇതേപോലെ ഒരു ബ്യൂട്ടി പാജന്റില് മിസ് കേരള ഇംപ്രസാരിയോ നടത്തിയതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിന്നർ ആയിരുന്നു, ടൈറ്റിൽ വിന്നർ ആയിരുന്നു. അങ്ങനത്തെ കുറെ ഒരു എക്സ്പീരിയൻസ് ഇതേപോലെ അങ്ങനെ നിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ താങ്ക് യു. ഓക്കെ, അന്ന് ഈ മഹാരാജാസ് കോളേജിലൂടെ ഇങ്ങനെ കണ്ണുകൾ സെന്റ് ജോസഫ് കോളേജിലേക്ക് നോക്കി നടന്ന സമയത്തൊന്നും ബിബിൻ ചിന്തിച്ചിട്ടേ ഇല്ല ബിബിൻ ഇന്നിങ്ങനെ വലിയൊരു ആക്ടറാവും, പോപ്പുലർ ആയുള്ള ആക്ടറാവും, സ്ക്രിപ്റ്റ് റൈറ്റർ ആവും എന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ ദൈവം ബിബിനെ അതെല്ലാം കൊണ്ട് നാക്കി എത്തിച്ചു. പക്ഷെ ബിബിൻ ഒന്ന് ഇങ്ങനെ നോക്കി നടന്നില്ലേ, ആ സമയത്ത് ഒരു കുട്ടി ഇന്നിപ്പോൾ ഇവിടെ നായികയായിട്ടുണ്ട്. ലിറ്ററലി പറഞ്ഞാൽ വായി നോക്കി നടക്കാന്നൊക്കെ പറയില്ലേ, അന്ന് ഒരു വായി നോക്കി നടന്ന ഒരു പെൺകുട്ടി ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു നടിയാണ്. എന്താണ് എന്റെ ബീപ്പിനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ചേച്ചി ഒരുപാടുള്ളതുകൊണ്ട് എന്നാ പിന്നെ മോൻ പതുക്കെ അത് അവിടെ ഇരുന്ന് ആലോചിക്ക്. എന്നിട്ട് നമുക്കിപ്പോ കാര്യത്തിലേക്ക് വരാം. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾക്കറിയോ, ഞങ്ങള് സാധാരണ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പോകുമ്പോൾ സാധാരണ നമ്മൾ എപ്പോഴും ഓൺ ടൈം എത്തും. ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചിലപ്പം 1 hour, ചിലപ്പോൾ 2 hours, ചിലപ്പോൾ 3 hours, അങ്ങനെയൊക്കെ ഞങ്ങൾ കൂടുതൽ സമയം വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ആർട്ടിസ്റ്റുകൾ ഞങ്ങളുടെ ഷൂട്ടിംഗ് തീരാൻ ലേറ്റായി, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അവർ പല റീസൺസ് ഉണ്ടാവും പലർക്കും എത്തുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തി. എന്തിനാണ് ഇവിടെ ഈ 2 മണിക്കൂർ മുന്നേ നിങ്ങൾ എത്തിയത്? എന്തിനാ ബിബിൻ, സത്യം പറ. ഞാൻ അവിടെ ഷൂട്ട് നടക്കായിരുന്നു ചേച്ചി, ബമ്പർച്ചിരിയുടെ. അപ്പൊ നിങ്ങൾക്ക് അത്
നമുക്ക് ഷൂട്ട് ചെയ്തൂടെ? അല്ല, ഷൂട്ട് നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ട് വന്നതാ. എന്തിനാ എനിക്ക് അവിടുന്ന് അറിയാൻ പറ്റിയത്, അവിടുത്തെ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു, ബിപിൻ എന്റെ അടുത്ത് ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞു, ബിപിൻ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നാളെ എന്നെ 4 മണിക്ക് ഫ്രീ ആക്കണം, എനിക്ക് പെട്ടെന്ന് പോകണം, എനിക്ക് വേറൊരു അർജന്റ് ഷൂട്ട് ഉണ്ട്, സിനിമയുടെ ഷൂട്ട് ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, എന്നെ ഈ പരിപാടിക്ക് വിളിച്ചെന്താന്നറിയാമോ? സുന്ദരികളുമായിട്ടുള്ള ഒത്തുകൂടൽ, ഇതായിരുന്നു പരിപാടിയുടെ ടൈറ്റിൽ. അത് മാറ്റിക്കോ, ബിപിൻ റോസ്റ്റിംഗ്. അതല്ലേ നല്ലതല്ലേ റോസ്റ്റിംഗ്? നന്നായിട്ടുണ്ട്. അല്ല ബിപിൻ, ശരിക്കും ഈ കൂടലിനകത്ത് എന്താണ് ഇത്ര അധികം സുന്ദരികളാണോ നിങ്ങളുടെ കൂടലും ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇത്രയും ഗേൾസിന്റെ ഒരു ഇത് എന്തെങ്കിലും തമ്മിൽ റിലേഷൻ ഉണ്ടോ? റിലേഷൻ ഉണ്ട്. അതായത് കൂടലിന്റെ കഥ എന്ന് പറയുന്നത് ഒരു ക്യാമ്പിങ്ങിന്റെ കഥയാണ്. അപ്പൊ അതായത് ഇപ്പൊ നമ്മള്, എനിക്ക് തോന്നുന്നു എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, മീൻസ് എനിക്ക് നിങ്ങൾ ആരും നിങ്ങൾക്ക് പിന്നെ എന്നെ കണ്ടുള്ള പരിചയം, പക്ഷെ നിങ്ങൾ പരസ്പരം സ്ട്രേഞ്ചേഴ്സ് അല്ലേ. ഈ സ്ട്രേഞ്ചേഴ്സ് ആയ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഗ്രൂമിങ്ങിനായിട്ടും നിങ്ങളുടെ ഈ കോൺടസ്റ്റിന് വേണ്ടിയിട്ട് നിൽക്കുന്നില്ലേ. അപ്പോ നിങ്ങൾക്ക് തമ്മിൽ ചിലവർക്ക് തമ്മിൽ നല്ല വൈബ് ഉണ്ടാവാം, ചിലർക്ക് വൈബ് ഉണ്ടാവില്ല അല്ല. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പരസ്പരം തിരിച്ചറിയുന്നത്. അത് തന്നെയാണ് നമ്മുടെ ക്യാമ്പിങ്ങിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ കൂടൽ. അതായത് ഒരു സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നതാണ് ഈ കൂടൽ. അതിന്റെ ആ കൂടൽ ക്യാമ്പ് നടത്തുന്ന ആളാണ് ഞാൻ. ചേച്ചി പാട്ട് കണ്ടില്ലേ? പാട്ട് കണ്ടു. പാട്ടിലെ കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ നന്നായിട്ട് ബിബിൻ തന്നെ ചെയ്താൻ തോന്നുന്നുണ്ട്. അല്ലല്ല, ഞാൻ ചെയ്തതല്ല, ആദിത്യ എന്ന് പറയുന്ന ആളാണ്. നന്നായിട്ടുണ്ട്, നല്ലൊരു ഡിഫറൻസ് വെറൈറ്റി ആയിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒരു നമ്മളൊരു സിനിമയെ കുറിച്ച് ഇത്രയധികം ബിബിൻ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമയുടെ ബാക്കി ക്രൂവും കൂടെ ഇതിന്റെ കൂടെ ഉണ്ടാവണം. ഉറപ്പായിട്ടുണ്ട്. ആ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ ബിബിൻ മാത്രമേ ഉള്ളൂ. വീണ്ടും ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട്? അല്ല, ഇതിന്റെ കൺസെപ്റ്റ് അങ്ങനെ തന്നെയായിരുന്നു. ബിബിൻ ഒറ്റയ്ക്കാണ് പ്രൊമോഷൻ ചെയ്യാൻ പോണേ. ഇല്ല ചേച്ചി, കൺസെപ്റ്റ് അവരെ എല്ലാവരും വിളിക്കാൻ പറഞ്ഞതാ. എന്റെ കൺസെപ്റ്റ് ആയിരുന്നു, ഞാൻ മാത്രം മതി. അതാ ഞാൻ ചോദിച്ചു. ഇന്ന് ഇവിടുന്ന് എന്റെ വക അടി കിട്ടി ഈ സൈഡിൽ നിന്ന് ഫുൾ നീരായിട്ടായിരിക്കും. അല്ലേ ചേച്ചി, എല്ലാവരും എനിക്കും ഇതുപോലെയൊക്കെ ഇരിക്കണ്ടേ നിങ്ങളുടെ ഇടയിൽ അല്ലേ? അല്ല, അവരോട് പറഞ്ഞിട്ടുണ്ടോ പ്രൊമോഷൻ? PR-ന്റെ അടുത്ത് പറഞ്ഞു വേണ്ട നിങ്ങളോട് നിന്നോ, കൂടുതലുള്ള പ്രൊമോഷൻ ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്തോളാം അല്ലേ? എനിക്കൊരൊറ്റ ആഗ്രഹമുള്ള ചേച്ചി, വീണ്ടും പുലിവാൽ കല്യാണം റെഫറൻസ് എടുക്കുകയാണ്. സലീമേട്ട മറ്റേ കൈ നോക്കൂലേ, അതേപോലെ ഇരിക്കണം. പക്ഷേ ഈ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് കൂടുതൽ അടുക്കാനോ മിങ്കിൾ ചെയ്യാനോ അധികം സമയമൊന്നും ബിബിന് വേണ്ടല്ലോ. വളരെ പെട്ടെന്ന് എല്ലാവരുമായിട്ട് പെട്ടെന്ന് അടുക്കുന്ന ഒരാളല്ലേ അല്ലേ? അപ്പം അങ്ങനെ ഒരു റിയൽ ലൈഫിൽ ഇതുപോലെ അധികം പരിചയമില്ലാത്ത സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ നിന്നിട്ട് നല്ലൊരു ഫ്രണ്ട് ആയിട്ട് വന്നിരിക്കുന്ന ഒരാള് ചോദിച്ചാൽ ആരായിരിക്കും? സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് വന്നിട്ടോ? പരിചയമില്ലാതിരുന്ന് സ്ട്രേഞ്ചർ ആയിട്ട് പെട്ടെന്ന് അങ്ങനെ ഫ്രണ്ട് ആയത് ഒരാൾ. എനിക്ക് ഈ അടുത്ത കാലത്ത് തന്നെ ട്രെയിനിൽ ചില സമയങ്ങളിൽ നല്ല ദൂരം ഉണ്ടാവുമല്ലോ ചേച്ചി, ചിലപ്പോ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ ആയിരിക്കുമല്ലോ ഇറക്കുന്നത്. അപ്പൊ അവിടെ വെച്ച് കണ്ട ഒരു രതീഷ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരൻ, അയാൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇങ്ങനെ ഇറങ്ങി നടക്കും, അത്രയും ലോങ് ഉള്ളതെന്ന് ആലോചിച്ചപ്പോ ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരുന്നപ്പോ പുള്ളി തന്നെ പോയി പുള്ളിയുടെ ഐഡന്റി കാർഡ് കൊടുത്തിട്ട് ഒരു വീൽ ചെയർ കൊണ്ടുവന്ന് എന്നെ അവിടെ നിന്ന് ഇറക്കി അവിടെ വരെ എത്തിച്ചു. ആ കൂട്ടുകാരനെ എനിക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ കണക്ഷൻ ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മിണ്ടപ്രാണികളായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാലും ബിപിൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒക്കെ ടോപ്പിക് ആയിട്ട് വന്ന് സംസാരിച്ച് ചിലപ്പോൾ അല്ല അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. അവരാരും കുട്ടികളൊന്നും മിണ്ടുന്നില്ലല്ലോ. എല്ലാവർക്കും എന്താ പേടിയാണോ? ബിപിന്റെ പേടിയാണോ? ബിപിന്റെ മൂവീസ് എല്ലാം കണ്ടിട്ടില്ലേ അല്ലേ? ഇഷ്ടാണോ? ബിപിൻ ഇങ്ങനെ ഒരു എന്താ പറയാ, നമ്മളെ ഇങ്ങനെ കരയിപ്പിക്കുന്ന ഇമോഷണൽ ടൈപ്പ് സീൻസ് ചെയ്യുന്നതാണോ, കുറെ ചിരിപ്പിക്കുന്നതാണോ, ഏതാ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? ആണ്. ഓക്കെ, അപ്പൊ പിന്നെ അതേപോലെ അത്രയും നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ നിങ്ങളും ഇന്ററാക്ട് ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെ ചോദിക്കാം. സെന്റ് തെരേസാസിലെ മറ്റേ ആ നടീനെ ഓർമ്മ കിട്ടിയോ? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. എനിക്ക് അതറിയേണ്ട ഒരു സമാധാനം കിട്ടുന്നില്ല. ഇപ്പൊ കൊറേ ആയില്ലേ പോളെ, സമയമെടുക്കും. ആലോചിച്ചിട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് വേണം പോവാൻ. എന്റെ കൊച്ചെ എനിക്ക് അറിഞ്ഞുകൂടാ, ഇവരാണ് പറയേണ്ടത്. അന്ന് ആള് വിളിയ എന്താ പറയാ, ഏത് പെണ്ണുങ്ങളെ കണ്ടാലും ആട് ഇങ്ങനെ വായി നോക്കുമല്ലോ, അങ്ങനെ നോക്കി പോയതാണ്. പക്ഷേ അത് ലാസ്റ്റ് പറയാം കേട്ടോ. ആ സിനിമ നടി ആരാണെന്നുള്ളത് ലാസ്റ്റ് ഈ ഷോയുടെ അവസാനം നമുക്ക് വേണം പറയാം. ഓക്കെ, അപ്പൊ പറയുന്നതായിരിക്കും. ഓക്കെ, വീണ്ടും മാറ്റി കേട്ടോ, ബിപിൻ റോസ്റ്റ് മാറ്റി, ബിപിൻ കുടുംബം കലക്കി. അടുത്ത പേര്, അടുത്ത ടൈറ്റിൽ ഇട്ടോ, ടൈറ്റിൽ മാറ്റിക്കോ. എനിക്ക് ഇതൊക്കെ ചേച്ചിക്ക് ചെയ്തു തരാൻ പറ്റൂ. ഓക്കെ, ഇപ്പൊ ഞാൻ കേട്ടെ, ഇവിടെ നിങ്ങൾ മൊത്തം എത്ര പേരുണ്ട്? 27 അല്ലേ? മൊത്തം 27 പേരല്ലേ?
അല്ല ഇപ്പൊ ഇനി എനിക്ക് കൗണ്ട് ചെയ്യാൻ നിൽക്കുന്നില്ല, ഏകദേശം 26. ഓക്കെ, അപ്പൊ 26 പേരുണ്ട് ഇവിടെ. അപ്പൊ ബിപിൻ, ഞാനിപ്പോ ഇവർക്ക് എല്ലാവർക്കും കൂടി ഇതാണ്, ബിപിൻ ഒരു ടാസ്ക് കൊടുക്കാൻ പോവാ വീണ്ടും. നിങ്ങൾ എല്ലാവരും കണ്ണടയ്ക്കണം. ഓക്കെ, ബിപിന് സ്ട്രേഞ്ചേഴ്സിനെ ഇതേപോലെ പെട്ടെന്ന് കണ്ട് മിങ്കിൾ ചെയ്യാനോ സംസാരിക്കാനോ ഒരു മടിയില്ലാന്ന് ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്കാണ് നിങ്ങൾ എല്ലാവരും കണ്ണടച്ച് നിൽക്കുക. ബിപിന്റെ അടുത്ത സിനിമയിലെ നായിക നിങ്ങളിലെ ആരെങ്കിലും ഒരാളാവാൻ ഇവരിൽ ആരെങ്കിലും ഒരാള് ആക്കാൻ പറ്റുമോ? ഉണ്ടോ ഒന്ന് നോക്കിക്കേ, എന്നിട്ട് ഒരാളെ സെലക്ട് ചെയ്യണം. 26 പേരിൽ ഒരാൾ അടുത്ത സിനിമയിലെ അല്ല ഞാൻ അങ്ങനെ ഒരു കഥ എഴുതിയിട്ടില്ല. നമുക്ക് എഴുതാമോ? ഇന്ന് രാത്രിക്ക് സുന്ദരികളെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കഥ എഴുതാം. ചേച്ചി ഇതിലെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ഒരാളെ സെലക്ട് ചെയ്ത ബാക്കി എല്ലാവർക്കും സങ്കടാവും. ഇല്ല, ഒരു കുഴപ്പമില്ല, നമുക്ക് ബാക്കി അനിയത്തിമാരും ചേച്ചിമാരും ഫ്രണ്ട്സ് ആക്കിയോ, അനിയത്തിമാരോ അങ്ങനെയൊക്കെ ആക്കാലോ. അങ്ങനെയൊന്നും പറയില്ലേ ചേച്ചി, വിഷമം. അയ്യോ പാവം, അടിച്ചടിച്ചടിച്ച് അടികൊണ്ട് ഒരു ഇത് പോയിട്ട്. അല്ല അപ്പൊ ശരി, അപ്പൊ കൺഫ്യൂഷൻ തീർക്കണമേ നമ്മുടെ ജയറാമേടൻ ചെയ്ത പോലെ തന്നെ അന്ന് വെക്ക നമുക്ക് 26 പേരെ നായികയാക്കിട്ടോ അങ്ങനെ ഒരു സിനിമ ആക്കിയാലോ. നമുക്ക് പറയാം അറോറ ഫിലിം കമ്പനി പ്രസൻസ് ബിപിൻ ജോർജ് വിത്ത് 26 ഹീറോയിൻസ്. പറക്കാട്ട് നമുക്ക് ഈ റിവേഴ്സ് ഗെയിമിൽ കൈയടിച്ചോ. ഇതിന്റെ അടിയിൽ വല്ല കമന്റ് എനിക്ക് ഇപ്പോഴേ വായിക്കാം ആമ്പിള്ളേരുടെ. അല്ല അതൊക്കെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ജയറാമേട്ടൻ കൺഫ്യൂഷൻ ആയിട്ട് 5 പേരിൽ നിന്ന് കൺഫ്യൂഷൻ തീർക്കണം എന്നൊരു പാട്ടും പാടി ഡാൻസ് ചെയ്യുന്നത് നമ്മൾ കണ്ടാണ്. അപ്പൊ ബേബിൻ ഇപ്പൊ ഇവിടെ കൺഫ്യൂഷനോടെ ആ പാട്ട് പാടും. നിങ്ങൾ 26 പേരിൽ നിന്നും ഒരാളെ ഇപ്പൊ ബെനിഫിറ്റ് സെലക്ട് ചെയ്യണം. ഓക്കെ, ബിബിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരോ ഒരു കോളിലുണ്ട്. ബിബിനെ കുറെ നേരം ഫോൺ നോക്കിയേ, ബിബിനെ ആരോ കുറെ നേരമായിട്ട് വിളിക്കണു. സ്പീക്കറിലിടൂ 9744 സ്പീക്കറിലിടൂ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഇവൻ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കൂലേ? എടാ പറയടാ. ഞാനെടാ എടാ ഒരു ഓർഫനേജ് സന്ദർശിച്ചോണ്ടിരിക്കണ. അത് കുറച്ച് വൃദ്ധകളായ സ്ത്രീകളാടാ. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവരാരും കേക്കണ്ട. ഈ സമയത്ത് നിനക്ക് വിളിക്കാൻ കണ്ടല്ലോ, ഞാൻ എവിടെയെങ്കിലും സന്തോഷപ്പെട്ടിരിക്കണ പിടിക്കലുണ്ട്. വിഷ്ണു വിഷ്ണു അതെ ഫുൾ പറഞ്ഞ കളത്തിലാ. ഞാൻ രമ്യാണ്. ബിപിൻ ഉണ്ടല്ലോ ഇവിടെ 26 നല്ല സുന്ദരികളുടെ ഇടയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കൂടലിന്റെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കൂടെ വെറുതെ ഇവിടെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക. പിന്നെ ശരിയാണ്, 27 സുന്ദരികൾ. ഞാനുണ്ടല്ലോ. എടാ 26 27 സുന്ദരികളും പിന്നെ ഒരു ലോക സുന്ദരി. ഇങ്ങനെ കളിയാക്കല്ലേ പ്ലീസ്. വേറൊരു പടത്തിന്റെ പ്രൊമോഷൻ വിളിച്ചിട്ട് ഇവൻ സമയമില്ല തിരക്കാന്നൊക്കെ പറഞ്ഞു. ഉടലിന്റെ പ്രൊമോഷൻ വിളിച്ചപ്പോ ഇവൻ പറന്നു പോണേ. കാരണം ഇതാണ് കാര്യം, വേറെ ആരെ അടുപ്പിച്ചിട്ടില്ല. അതാണ് വിഷ്ണു. ഇതിന്റെ കൂടലിന്റെ ഡയറക്ടർ ഇല്ല, കൂടെ അഭിനയിച്ച ഒരാളില്ല. ഈ സിനിമയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് പ്രൊമോ ചെയ്താൽ മതി അത്ര. എന്നിട്ട് വരാൻ തയ്യാറായിരുന്നു, പിന്നെ അവരെയൊക്കെ പറഞ്ഞു ഒഴിവാക്കിച്ചാന്നേ. അതല്ല വിഷ്ണു, വേറൊരു കാര്യം അറിയാം. ഞങ്ങള് പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു 8:30 മീറ്റ് ചെയ്യുന്നതാണ്. ഞാൻ നോക്കിയപ്പോ ഇവിടെ ഒരു മനുഷ്യൻ 6 മണിക്കോ 6:15 എത്തി വന്ന് ഇവിടെ ഇരിക്കണ്ട നേരത്തെ തന്നെ. എടാ ഇത് ആരാ പറയണേ? എടാ നിത്യഹരിത നായകൻ എന്ന് പറഞ്ഞ പടം, അതില് കഥ പോലും കേൾക്കാണ്ട് 4 നായികരുണ്ടെന്ന് പറഞ്ഞപ്പോ ചാടി സൈൻ ചെയ്തവനാ ഇവൻ. എന്നിട്ട് എന്നെ പറയണല്ലോടാ കനകുതുർക്കെ കാട്ടറബി. അങ്ങനെ പറ, നല്ല ആളാ. പക്ഷെ ബിബിനെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇത്രയും സുന്ദരികളുടെ ഇടയിൽ വിഷ്ണു കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പറയില്ലേ ചേച്ചി, അത് ഭയങ്കര ചീത്തവേടാ. പിന്നെ പിന്നെ എന്താ ഈ ഒരു സിറ്റുവേഷൻ പറയുന്ന പേരെന്താ? അല്ല കോഴിയും പറയാൻ പറ്റില്ല അല്ലേ? പൂവാലനോ? പൂവാലനും പറയാൻ പറ്റില്ല. എന്തെന്താ ഇങ്ങനെയുള്ള ചെക്കന്മാരെ പറയാ? നിങ്ങൾക്ക് അറിയോ? കൃഷ്ണനോ? അതൊരു മാന്യമായ വീട്, അത് മാന്യമാണ്. നിങ്ങൾക്ക് ചേരൂല, മതി. വേണ്ട, വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ. എന്താ കാട്ടുകോഴി? യൂട്യൂബ് ക്യൂടെക്സ് താഴെ ഇവിടെ നിന്ന് എനിക്കിട്ട് പണിയണല്ലേ. ഓക്കെ വിഷ്ണു മോനെ, ഇവിടെ വരണമെന്ന് തോന്നുന്നുണ്ടോ?
വേണ്ട, ഞാനിവിടെ ആ മോൻ ഭാര്യയും കുഞ്ഞുമൊക്കെ ആയിട്ട് വളരെ സമാധാനം. നീ അങ്ങനെ തന്നെ ജീവിക്കണം. അതെ എടാ വിഷ്ണു, നിനക്കിനി 3 ദിവസം ഉറക്കുണ്ടാവില്ലല്ലോടാ കുട്ട, ഇതാലോചിച്ച്. എടാ പക്ഷെ നീ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, എല്ലാ എന്റെ പെങ്ങന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ. പിന്നെ എന്താ പറയുന്നത്, ഇവരെ എന്നിട്ട് റോസ്റ്റ് ചെയ്യടാ എല്ലാരും കൂടി. അതാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത്. കൂടുതലെന്നും പറഞ്ഞാ വിളിച്ചത്, പക്ഷെ ഇവരെന്റെ കൊടലെടുത്തോണ്ടിരിക്കുക. എടാ അതെ, ഞങ്ങളുടെ മൊത്തേ ഷൂട്ടിനല്ലേ നീ? ഓക്കെ, താങ്ക് യു വിഷ്ണു, നമുക്ക് കാണാം ഉടനെ. ഓക്കെ ഓക്കെ ഓക്കെ, ഹായ് ഹായ്, ഗുഡ് നൈറ്റ്. എല്ലാവരുടെയും തിരിച്ചു കൂടുതൽ കാണാൻ പറ എല്ലാവരോടും. എല്ലാവരും കൂടുതൽ പോയി തീർച്ചയായിട്ടും കാണണം. തിയേറ്ററിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഒത്തുകൂടലായി മാറട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ വിഷ്ണു, താങ്ക് യു. പണ്ട് കോളേജിൽ പോകുമ്പോഴും ഇതുപോലത്തെ ഷർട്ട് തന്നെയാണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. എവിടെ? കോളേജില് പോകുന്ന സമയത്ത് ഇതുപോലത്തെ പൂക്കളുള്ള ഷർട്ട് തന്നെയാണ്. സെൻട്രസസ് പിടിച്ചേക്കണേ. ഇത് സത്യമായിട്ട് ഞാൻ സെൻട്രസസിന് ഉള്ളൊന്നും കേറിയിട്ടില്ല വെച്ചേ. പക്ഷെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. മതിലുമേലും നോക്കിയിട്ടുണ്ട്, ബസ് ഇറങ്ങുമ്പോ നോക്കിയിട്ടുണ്ട്. ചേച്ചി ഇത് വലിയ അപകടത്തിലേക്കാണ്. ലാസ്റ്റ് എന്നെ ഫുൾ ഇതാക്കി കളയൂട്ടല്ലാരും. അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് വരാം, നമ്മുടെ കൺഫ്യൂഷനിലേക്ക് വരാം. അപ്പൊ കൺഫ്യൂഷൻ തീർക്കണമേ, ഇവരെല്ലാരും കണ്ണടച്ചിരിക്കും. ഈ 26 സുന്ദരിമാരിൽ നിന്നും ഒരു സുന്ദരിനെ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, എന്റെ സിനിമയിലെ നായികയാകാമോ എന്ന് അവരോട് പോയി ചോദിക്കണം. അപ്പൊ പാട്ടുപാടി വേണം ചോദിക്കാൻ. ഏത് പാട്ട് പറഞ്ഞേ? കൺഫ്യൂഷൻ തീർക്കണമേ, അതല്ലേ ഈ സിറ്റുവേഷൻ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള പാട്ട്. റെഡി? ആദ്യം നിങ്ങൾ റൈറ്റ് പിടിക്കോ ലെഫ്റ്റിലേക്ക് പോണോ? നിങ്ങൾ എല്ലാരും കണ്ണടച്ചോ? ഇവിടെ നിന്ന് പറയാൻ ചേച്ചി, ഞാൻ എഴുന്നേറ്റ് നടക്കണ്ടെന്നേ. ആണോ? എന്നാ ഇരുന്നെങ്കിൽ ഇരുന്നേ, പക്ഷെ അവിടെ ഇരിക്കുന്നവരൊക്കെ കാണാലോ അല്ലേ? എല്ലാവരും കാണാൻ എനിക്ക്. എന്നാ ഇരുന്നോണ്ട്. ആ കൊച്ചുങ്ങൾ ഓൾറെഡി ധ്യാനത്തിലായി, ഉറങ്ങണം. ഓക്കെ, പാട്ട് പഠിക്കോ? കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, തുങ്കജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനെ, തുങ്കജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമീ വിധമെന്തിനു തന്നത് സാംബ സദാശിവനെ. ഓക്കെ, കിട്ടിയോ? എന്നാ ആരാണ്? എന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കണം. ആ കുട്ടിയുടെ അടുത്തേക്ക് പോയല്ലോ. ഓ, എന്റെ സിനിമയിലെ നായിക, അടുത്ത നായിക ആകാമോ കുട്ടി? നീ നിങ്ങളെല്ലാരും കണ്ടുപിടിച്ചോ? കുട്ടീനെ കണ്ടുപിടിച്ചു. ആരാ കുട്ടി? ആ കുട്ടി. ഏത് കുട്ടി? മൂന്നാമത്തെ കുട്ടി. അയ്യോ, മൂന്നാമത്തെ കുട്ടീനെ. കുട്ടി. ആ കുട്ടി ഒന്ന് എണീക്കാമോ? ഈ കുട്ടി. ആ കുട്ടിയുടെ അടുത്ത് എന്നാ ചോദിക്കൂ. എനിക്ക് ആ കുട്ടീനാണ് കറക്റ്റ് ആയിട്ട് തോന്നുന്നത്. ചോദിക്കാം, എന്റെ സിനിമയിലെ നായിക. എന്റെ സിനിമയിൽ നായികയാവാമോ? ആ ഓക്കെ, ബിപിന്റെ മൂവീസ് ഒക്കെ കാണാറില്ലേ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ സുധാ, കാണാട്ടോ. താങ്ക് യു സുധാ, താങ്ക് യു. ആ സിനിമയിലേക്ക് സിസ്റ്റേഴ്സ് ആയിട്ട് ആരെങ്കിലും വേണമെങ്കിൽ ഞങ്ങള് വരാട്ടോ. ആദ്യം ഇവിടെ ഈ പ്ലെഡ്ജ് എടുത്തിട്ട് ബിപിനെ ഇരുത്തുന്നായിരുന്നു. ഓൾ ഇന്ത്യൻ സിസ്റ്റേഴ്സ്, ഇവിടെ ഉള്ളവരെല്ലാം അങ്ങനെ തന്നെ കാണാനായിട്ട് വെക്കായിരുന്നു. എവിടുന്ന്? വീട്ടിൽ നിന്ന് ഭാര്യ രാവിലെ ഇറങ്ങുമ്പോ എല്ലാ ദിവസവും പ്ലെഡ്ജ് പറയിപ്പിച്ചിട്ടാണ് വിടാറ്. ഓക്കെ, ഇനി പേരെന്തായിരുന്നു? സുധാലക്ഷ്മി അല്ല, നല്ല പേര്. ഓക്കെ, അപ്പൊ ഇനി ബിപിന്റെ ടാസ്കും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നിങ്ങൾക്കുള്ള ഒരു ടാസ്ക് ആണ്. അതായത് ഇപ്പൊ നമ്മുടെ തിയേറ്ററിൽ ഇന്നിപ്പോ റിലീസ് ചെയ്ത സംശയ മൂവിക്ക് നിങ്ങൾ കണ്ടിരുന്നു. അതിന്റെ വിനയ് ഫോർട്ടിന്റെ മൂവിയാണ്. ഷറഫുദ്ദീൻ ഉണ്ട് അതിനകത്ത്. ആ ഫുൾ സംശയമാണ്. വിനയ്ക്ക് എന്ത് ചെയ്താലും എല്ലാം വിനയ്ക്ക് സംശയമാണ്. അപ്പൊ ആ സിനിമയിൽ നിന്നും അത് കണ്ടപ്പോൾ തന്നെ നമുക്കും അത് പല കാര്യങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സംശയം. നമ്മൾ ചിലപ്പോൾ പലതും ഇങ്ങനെ ചിന്തിക്കും, അയ്യോ ഇത് കറക്റ്റ് ആണല്ലോ, ഇതിനെന്താ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് തോന്നും. ലൈക്ക് എക്സാമ്പിൾ, ഇപ്പം ഈ രാത്രിക്ക് എന്തിനാ ഈ കറുപ്പ് നിറം? ഓക്കെ, നമുക്ക് സംശയിക്കാം. മഴയ്ക്ക് പോലും പിടിച്ചിട്ടില്ലേ? ഇങ്ങനത്തെ സംശയങ്ങൾ. അപ്പൊ ഈ സംശയങ്ങൾ നിങ്ങൾ സുന്ദരന്മാരുടെ അടുത്താണ് ചോദിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബിപിൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ബിപിന്റെ നിങ്ങളുടെ ആൻസർ എന്താന്ന് വെച്ചാൽ അത് ചെയ്യും. അപ്പൊ ബിപിൻ ആണ് ആൻസർ ലോക്ക് ചെയ്യണത്. എന്റെ ചോദ്യത്തിന് ബിപിൻ പറഞ്ഞാൽ ഞാൻ അതങ്ങ് ഉത്തരം അങ്ങ് എടുക്കും, ലോക്ക് ചെയ്ത് അങ്ങ് എടുക്കും. ബിപിൻ പറയുന്നതാണ് എന്റെ വേദവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്റെ സംശയങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല. ഇത് മുഴുവൻ എന്റെ പ്രൊഡ്യൂസറിന്റെ സംശയങ്ങളാണ്. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇത് ഞാൻ ഈ ലെവലിലാണോ സംശയിക്കുന്നതെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഒരു മുഴുവൻ
ഏന് ഒരു മുഴം മുന്നേ എറിയണത്. ഓക്കെ, അപ്പൊ ആദ്യം റൈറ്റിലേക്ക് ചോദിക്കാം കേട്ടോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കെങ്കിലും ഒക്കെ ഉത്തരം പറയണമെങ്കിൽ മൈക്ക് ഒന്ന് വാങ്ങിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇതിലെ ഏത് നിങ്ങളെ ടീം എ, നിങ്ങൾ ടീം ബി അങ്ങനെ വെക്കാം. ഇതിൽ ഏത് ടീമാണ് നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഈ ചോദ്യങ്ങൾക്ക് ആൻസർ പറയണമെന്നൊക്കെ നമുക്ക് നോക്കാം. ഏകദേശം ചോദ്യത്തിന്റെ ഒരു സംശയം പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ സമയത്തെ മഴ, രാത്രിക്കത്തെ കളർ, ഇതൊക്കെയാണ്. ഓക്കെ, റെഡി? ജീവിതകാലം മുഴുവൻ വെള്ളത്തിൽ കിടന്നിട്ടും ഈ മീനിന്റെ നാറ്റം മാറാത്തത് എന്തുകൊണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും സംശയമല്ലേ? വിനയ്ക്ക് എന്തൊക്കെ സംശയങ്ങളായിരുന്നു അറിയോ? അതേപോലത്തെ സംശയമാണിതും. ഇത് കൂടലിന്റെ പ്രൊമോഷൻ ആണോ സംശയം മൂവിയുടെ പ്രൊമോഷൻ ആണോ? സമ്മതിക്കൂല. നിങ്ങൾ കൂടൽ മൂവിയുടെ ഡയറക്ടറോ ക്യാമറമാനോ അല്ല, എനിക്ക് കുഴപ്പമില്ല. കാരണം ആരും കൊണ്ടുവരാതെ. അല്ല, വിനയന്റെ ഫ്രണ്ടാണ്, ഇതിന്റെ പ്രൊഡ്യൂസർ ഡിക്സൺ പുടുത്താസ് എന്റെ സുഹൃത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അതിൽ നിന്നും ഇൻസ്പയർ ചെയ്ത കുറച്ച് സംശയങ്ങൾ എടുത്തു എന്ന് മാത്രം. ഓക്കെ, ഈ കൂടലിലാണ് ഞാൻ ആ സംശയം ക്ലിയർ ചെയ്യാൻ പോണത്. ചോദ്യം കേട്ടല്ലോ. ജീവിതകാലം മുഴുവൻ വെള്ളത്തിൽ കിടന്നിട്ട് മീനിന്റെ നാറ്റം മാറാത്തത് എന്തുകൊണ്ട്? ഡെയിലി കുളിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് മണം മാറാത്തത് എന്തുകൊണ്ടെന്നാ ചോദിക്കണേ? വെള്ളത്തിൽ കിടന്നാ പോലല്ലോ കുളിക്കണ്ടേ? അത് പോയിന്റ് ആണ്. ആണോ? നിങ്ങൾ എനിക്കറിയില്ല. ബിപിൻ എന്ത് അത് നല്ല പോയിന്റാ. കാരണം ഈ കുളിച്ച വെള്ളത്തിൽ തന്നെ പിന്നെയും കുളിച്ചാൽ വീണ്ടും മണമല്ലേ ഉണ്ടാവുക. അത് ശരിയാ. അത് അപ്പൊ അതേ വെള്ളത്തിൽ തന്നെ കുളിച്ചോണ്ട് ആണ്. നല്ല ഉത്തരവായിരുന്നു. നല്ല ഉത്തരാണ്. എനിക്ക് ഓക്കെയാണ്. ഓക്കെയാണ്. ബിപിൻ ഓക്കെയാണ്, പിന്നെ എനിക്ക് ഓക്കെയാണ്. ഓക്കെ, എന്തൊക്കെ പണിയാണ് ദൈവമേ വന്നത്, എനിക്കറിയാൻ പറഞ്ഞത്. ഇനി ടീം ബി. ഓക്കെ, ടീം ബിയോട് ഓക്കെ. വരയൊന്നുമില്ലാത്ത ഈ വരയാടിന് ആ പേര് വരാൻ കാരണം എന്തായിരിക്കും? വരയൊന്നുമില്ല ഈ വരയാടിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മേളിൽ വരയൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ആ ആടിന് പിന്നെ വരയാടെന്നുള്ള പേരിട്ടിട്ടുണ്ടാവുക? ഒരു സംശയമാണ് എന്റെ. ഞങ്ങളുടെ പ്രൊഡ്യൂസർ കഴിഞ്ഞ വർഷങ്ങളായിട്ടിരുന്ന് ആലോചിക്കുന്ന സംശയമാണ്. ഇതുവരെ അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? എന്താ ക്ലൂ ഉണ്ടോ? ക്ലൂ ബിപിനെ ഉള്ളു സഹായിക്കണം. ഒരു പിടുത്തം കിട്ടില്ല എനിക്ക്. എന്നാലും ഒന്ന് ആലോചിക്കുക. ഇങ്ങനെ ഒരു കൂടലിന്റെ ഒരു ആവശ്യം നമുക്ക് ഇങ്ങനത്തെ കുറെ പ്രോബ്ലത്തിനൊക്കെ ഒരു സോൾവ് ചെയ്യാനാണ്. നമ്മളെല്ലാരും ഒത്തുകൂടുന്ന എന്തിനാ? നമുക്ക് സന്തോഷം വരുമ്പോൾ, നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറെ പ്രോബ്ലംസ് ലൈഫിൽ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ കൂടും അല്ലേ? എന്നിട്ട് അന്നത്തെ നമ്മൾ സന്തോഷമാണ് എല്ലാവരും കൂടെ പാട്ടുപാടി നമ്മൾ എൻജോയ് ചെയ്ത് ആ കൂടൽ അങ്ങനെയാക്കും. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, കുറച്ച് സംശയം ഉണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ കൂടലല്ലേ യൂസ് ചെയ്യണത്. അപ്പൊ എന്റെ ഈ പ്രോബ്ലത്തിനൊക്കെ ഒരു ഇത് പറഞ്ഞു തരൂ. ഈ കൂടൽ എന്താ വരയാടെന്ന് പേരിട്ട് വിളിച്ചതുകൊണ്ട്. അല്ല, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരയാടെന്നുള്ള പേരിട്ടല്ലോ, അപ്പനെ വിളിച്ചു പോയല്ലോ. അതെ, ഇപ്പൊ രമ്യ ചേച്ചിക്ക് എന്തുകൊണ്ടാ പേരിട്ടെന്ന് വെച്ചാൽ വല്ല അർത്ഥമുണ്ടോ? ഇല്ല, അത് തന്നെ ഉള്ളു. ചേച്ചി കൊറേ നേരം ആയിരിക്കുന്നു. ഞാടി തുടങ്ങിയ പിന്നെ നിർത്തത്തില്ലേ. ഞാൻ ആ റെസ്പെക്ട് ഒക്കെ കളയുവേ. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ഈ നോൺ വെജ് കഴിക്കണ സിംഹത്തിന് എന്താ കൊളസ്ട്രോൾ വരാത്തത്? ചേച്ചിനോട് പറ. അല്ല, എന്റെ സംശയ പറ. ഫുൾ ടൈം മറ്റേ പഞ്ചസാരയൊക്കെ തിന്നണ ഉറുമ്പിനെന്താ ഷുഗർ വരാത്ത? പറ. നീന്തിയ വണ്ണം കുറയുന്നല്ലേ? ഫുൾ ടൈം നീന്തണ നീരത്തിമീങ്ങത്തിൽ എന്താ വണ്ണം കുറയാത്ത? പറ. വെജിറ്റേറിയൻ നിന്ന് മെലിയുന്നില്ല, എന്നിട്ട് ആന എന്താ മെലിയാത്ത? കാര്യം പറ. ഇനി ഞാൻ ചോദിക്കാം. എന്റെ മൈക്കും സാധനങ്ങളും വരെ ഇത്ര സംശയങ്ങൾ. അപ്പൊ ഞാൻ അപ്പൂസ് ഉണ്ടല്ലോ ഇത്ര ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പാവം ഗൂഗിളിന്റെ അടുത്ത് ചോദിച്ചു കിട്ടിയില്ല. വേറെ ഓരോന്നിലും നോക്കി, ഒരിടത്തും നോക്കി ചോദ്യങ്ങൾ കിട്ടുന്നില്ല. ഇദ്ദേഹത്തെ വിളിച്ച പോരായിരുന്നോ? എന്തൊക്കെ ചോദ്യങ്ങൾ. ഇത് ഒരു നിവൃത്തിയില്ലാണ്ട് ഉണ്ടാക്കിയതാണ് ചേച്ചി. എന്നാലും ഇൻസ്റ്റന്റ് ആയിട്ട് വന്നല്ലോ ബിപിൻ. അപ്പൊ ഇപ്പൊ ഈ സംശയത്തിന്റെ ഉത്തരം എന്താ? വരയാടിന് പേര് വന്ന് എനിക്കൊരു പിടുത്തില്ല അല്ലേ? അല്ല, ഇത് പറയാം. അതിന് പേരിട്ടത് കൊണ്ട് തന്നെയാണ്. കാരണം ഇപ്പൊ മറ്റേ ചേച്ചിയുടെ കേസ് പറഞ്ഞ പോലെ രമ്യാന്ന് പേരിട്ടതിന് കാരണമൊന്നുമില്ല. എന്തോ അങ്ങനെ ഇട്ടു, അതിന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ടീം ബി അല്ല ടീം എയുടെ അടുത്ത്. ഓക്കെ, ഒട്ടകത്തിന്റെ ആരെങ്കിലും ആണോ ഈ ഒട്ടകപ്പക്ഷി? ആണോ? അല്ല. അങ്ങനെ ഒരു പേര് അത് ഒട്ടകത്തിന് ഷേപ്പുള്ളുണ്ട് അല്ലേ? ആണോ? ഉറപ്പാണ്? ഉറപ്പ്. ശരി, ഓക്കെ, അതങ്ങോട്ട് ഉത്തരവൊക്കെ അറിയാട്ടോ. ഇനി നിങ്ങളോട് നമ്മളെ ലൈഫിൽ തോൽവി അടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ ചളുപ്പായിട്ട് പോയി നിൽക്കുക, കുറെ ആണുങ്ങളുടെ ഒരു ഇതിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെ പോവുക, അല്ലെങ്കിൽ ചെയ്യുന്നതിൽ അബദ്ധങ്ങളായി പോവുക, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചോദിക്കാറുണ്ട് ശശി ആയല്ലേ എന്ന്. ഓക്കെ, നിങ്ങൾ അത് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ശശി എന്ന പേര് ശശി ആയത് എന്തുകൊണ്ട്?
ശശി ശശി ആയതുകൊണ്ട് ശരിക്കും ശശി ഏതാരാന്നറിയാമോ? ചേച്ചി ഈ അവൻ തന്നെ ചോദ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ചേച്ചിക്ക് പോലും അറിയില്ല ചോദിക്കുമ്പോ എന്താണ് ഈ ചോദിക്കുന്നത്. ചേച്ചി ഈ ശശി എന്നുള്ള പേരില്ലേ, ഇതിങ്ങനെ ഒരു ശശി എന്നുള്ള ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു കളിയാക്കൽ പേരിലേക്ക് വരുന്നതിന്റെ റീസൺ എനിക്ക് കൃത്യം അറിയാം. അതൊന്നുമില്ല. ഈ ശശി എന്നുള്ള പേര് ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത് ശശി ആയി എന്നുള്ള അല്ലെങ്കിൽ ഒരു ഇത് പറയുന്നത് സലീമേട്ടനാണ്. സലീമേട്ടൻ നമ്മുടെ ചതിക്കാത്ത എന്തു എന്ന് പറഞ്ഞ പടത്തില് ഇത് തിരുവിതാംകൂർ മഹാരാജാവ് പേര് ശശി എന്ന് പറയുന്നിടത്താണ് ഈ ശശി എന്നുള്ള പേര് അങ്ങനെ എല്ലാരും ശശിയായി എന്നും മറ്റൊന്നും തുടങ്ങണത്. അതിന്റെ ട്രെൻഡ് ഉണ്ടാക്കി വെച്ചാൽ സലീമേട്ടനാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ശശി ആയത്? മനസ്സിലായി ഏകദേശം. അത് മാത്രമൊന്നല്ല കേട്ടോ, ശശി ചേട്ടനായിരിക്കും കൂടുതൽ ശശി ആയിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഇപ്പൊ ശശിയായത് നീയാണ്. ഗൗരി. അപ്പൊ ഇത് ഗൗരി ശശിക്ക് നല്ലൊരു പേര് കൊടുക്കും. ഓക്കെ, അടുത്തത് നിങ്ങളുടെ അടുത്തല്ലേ ഇനി ചോദിക്കണ്ടേ അല്ലേ? ഞങ്ങളുടെ ടീമിനോടാ. ഓക്കെ, അപ്പൊ ഈ നമ്മൾ കാണാറുണ്ട് കാങ്ക്രൂവിന് മാത്രമാണ് ബേബിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സഞ്ചി ഉള്ളത്, പൗച്ച് ഉള്ളത് അല്ലേ? ആർക്ക്? കാങ്ക്രൂ. കങ്കാരു. ഓ, സെൻട്രസസ് ഇംഗ്ലീഷ് മീഡിയം അല്ല, കാങ്ക്രൂ എന്നാ പറയാ ആക്ച്വലി. കങ്കാരു. കങ്കാരുവിന് മാത്രമേ സഞ്ചി എന്തുകൊണ്ട്? കങ്കാരുവിന്റെ കുട്ടികൾ ചാടി ചാടി നടക്കണോണ്ട് അതിനെ മാനേജ് ചെയ്യാൻ എളുപ്പമായിട്ട് അതങ്ങ് ഇടാലോ, അപ്പൊ പിന്നെ അതെങ്ങും ചാടി പോവില്ലല്ലോ. മുയലിന്റെ കുട്ടികൾക്കും വേണ്ടേ? മുയലും ചാടി ചാടിയല്ലേ പോവാറ്. ചേച്ചി ഒരെണ്ണം വെച്ചു കൊടുക്കും. എനിക്ക് മറിച്ചൊന്നും ചോദിക്കാലോ. അപ്പൊ എന്നാലും ഓക്കെ, നിങ്ങളുടെ ലീഡർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏത് ഉത്തരവാണ് ഉറപ്പിക്കണേ? ആ ഉത്തരത്തോടെ നല്ല വയസ്സായിട്ടുള്ള ഒരു ഉത്തര. മാനും ചാടി ചാടിയല്ലേ പോണേ, അപ്പൊ എന്തുകൊണ്ടാ? കൊടുക്കാൻ പറ്റിയില്ല, തീർന്നു പോയി ആ സമയപ്പം, അതുകൊണ്ടാണ്. ആ സമയം തീർന്നു പോയി. ഒരൊറ്റ സഞ്ചി ഉണ്ടായിരുന്നുള്ളൂ, അത് അവർക്ക് കൊടുത്തു, അപ്പൊ ഫുള്ളി തീർന്നു പോയി. മിക്കവാറും ഇവിടെ ഒരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പോകും, അതിൽ ഞാനും കേറിപ്പോയി. ഞാൻ ഇതുവരെ കേറി പോകാത്ത ആളാ. എല്ലാരും കൂടി എന്നെ എയർ ഇന്ത്യ ചേട്ടാ പക്ഷെ അങ്ങനെ പറയരുത്. റോസ്റ്റിംഗ് എന്തുകൊണ്ടാണ് വരുന്നത്? സ്നേഹം ഉള്ളിടത്താണ് റോസ്റ്റിംഗ് കിട്ടത്തുള്ളൂ. റോട്ടിൽ കൂടെ സ്നേഹം കൂടിയിട്ട് തുടങ്ങട്ടെ. അറിയില്ല. ഗൗരി, ശശി ഗൗരി മറക്കരുത് അല്ലേ? ഇപ്പോൾ നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം എന്താ പറയാ, ഇതിപ്പോ മാമ്പഴത്തിന്റെ സീസൺ അല്ലേ? അപ്പൊ നല്ലൊരു കിളിച്ചുണ്ടൻ മാമ്പഴത്തിന്റെയോ അല്ലെങ്കിൽ മൂവാണ്ടൻ മാങ്ങയുടെയോ എന്തിന്റെങ്കിലും, ഇവിടെ ഞാൻ നോക്കിയപ്പോ മാവൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് മാവ് ഇവിടെ നിക്കുന്നില്ലെന്ന് പറയുന്നത്. അപ്പോൾ പാട്ട് മറ്റേ മിസ് കേരളയിൽ പങ്കെടുക്കാൻ വന്ന പിള്ളേരാ. ഗ്രൂമിംഗ് ഒന്നും അല്ല, മാങ്ങയുടെ മരം ചോദിച്ചപ്പോ അവിടെ മാമ്പഴം. ഓക്കെ, അപ്പൊ ഒരു കിളിച്ചുണ്ടൻ മാമ്പഴോ മൂവാണ്ടൻ മാമ്പഴോ എന്ത് വെച്ചിട്ട് ഒരു പാട്ടും കൂടെ പാടുപിപ്പിൻ. അത് കഴിയുമ്പോ ഇവരെല്ലാരും കൂടെ ചേർന്ന് ഒരു പാട്ട് പാടി നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. യെസ്, ബിബിൻ അഭിനയിച്ച സിനിമയിൽ ഒരു പാട്ടുണ്ട്, ബോംബ് കഥയിലെ പാട്ട്. അവന്റെ ഇല്ല എനിക്ക് ആ പാട്ട് രമ്യ ചേച്ചി പാടിക്കാൻ. ഞാൻ ഇപ്പോഴും എഴുന്നേറ്റ് ഓടും. ആ കുട്ടി പാടാൻ റെഡിയാണ്. പഠിക്കും മോളെ. രമ്യ ചേച്ചിയുടെ ഹസ്ബൻഡ് അസാധ്യ പാട്ടുകാരനാട്ടോ, നിഖിലേട്ടൻ. വരി അറിയില്ല ഞാൻ, പക്ഷെ ട്യൂൺ മാത്രമേ അറിയുള്ളൂ. ഞാനും പാടാം. മൂവാണ്ടൻ മാവിന്മേൽ കണ്ടപ്പോ തൊട്ടേ മാഞ്ചോട്ടിൽ, മാവിന്റെ പൊക്കത്തല്ല കുട്ടി, താഴത്താണ്. മൂവാണ്ടൻ മാഞ്ചോട്ടിൽ കണ്ടപ്പോ തൊട്ടേ ചങ്കി കൂടുങ്ങിയ പെണ്ണാണ്, ആരെന്നറിയാതെ അന്നേരം തൊട്ടേ ആമുഖമൊട്ട് നടപ്പാണ്, നിറമുള്ളൊരു സ്വപ്നം കണ്ടേ അവളെന്നെന്നും കാത്തിരിപ്പുണ്ടേ, അവളെൻ കരളില് കൂട് കൂട്ടണ നാളും കുറിച്ചുകൊണ്ടേ, മൂവാണ്ടൻ മാഞ്ചോട്ടിൽ കണ്ടപ്പേ ചങ്കിൽ കൂടുങ്ങിയ പെണ്ണാണ്. അങ്ങനെ ചങ്കിൽ കൊണ്ട പെണ്ണാണ് ഇപ്പൊ വീട്ടിലിരിക്കുന്നത്. അതെ അറിയോ? അതെ.